എങ്ങോട്ടാടോ നീ ഇങ്ങനെ വായി നോക്കി നടക്കുന്നത്? സാറന്മാര് വന്ന സമയത്ത് തന്നെ നീ മുങ്ങിക്കൊള്ളണം. നല്ല പണിക്കാരൻ. അവരാരുമല്ല നിനക്ക് ജോലി എന്ന്. ഞാനാ. അത് ഓർത്തോണം നീ. പോയി ആ കല്ല് ചുമന്നോണ്ടിട്ടോ. വേഗം ആവട്ടെ. അതെടുത്ത് ഇയാളെ തലയിലോട്ട് വെച്ചു കൊടുക്കടോ. ചുമ്മാട്ട് വയ്ക്കടോ. ഇത് അവനല്ലേ ആ സാഗർ? ഓ, മുഖം ചുറ്റിക്കൊണ്ട് നിൽക്കുന്നു. കൊണ്ട് പോടോ അങ്ങോട്ട്. ഒന്ന് വേഗം കൊണ്ട് പോടോ. യവനെയൊക്കെ പണിക്ക് വെച്ച എന്നെ വേണം പറയാൻ. നടക്കുന്നുണ്ടില്ലേ? മോൻ കാണിക്കടാ, മോൻ കാണിക്കടാ. കൊള്ള റാസ്കൽ. എന്താ സാറാ ഇത്? ആരോട് ചോദിച്ചിട്ടാ ഇവനെ വർക്ക് സൈറ്റ് കയറ്റിയത്? പണിക്കാരെ സാധാരണ വയ്ക്കാൻ അനുമതി തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ടെന്ന് കരുതി എന്റെ കുടുംബത്തെ കരുതേച്ച ഇവനെയാണോ താൻ വച്ചത്? നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ വർക്ക് സൈറ്റ് കയറാൻ? കമലേശ്വരത്തെ വർക്ക് സൈറ്റ് ആണെന്ന് അറിഞ്ഞിട്ടല്ല കയറിയത്. ചന്ദ്രമേശ്വരി പറഞ്ഞപ്പോ കയറിയെന്നേ ഉള്ളൂ. ഇനി നിന്നിവിടെ കണ്ടുപോരുത്. ഇവനെന്റെ കുടുംബം തകർത്തവനാ. അങ്ങനെയുള്ള ഒരുത്ത ഞങ്ങളുടെ പണം കൊണ്ട് തിന്ന് കൊഴുക്കട്ട. പണി ചെയ്തിട്ടല്ലേ ഉണ്ണി സാറേ ഞാൻ പൈസ മേടിക്കുന്നത്. നീ വേറെ എവിടെയും പോയി പണിയടാ. ഇവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുകളിൽ നിന്ന് പാറക്കല്ലെടുത്ത് ഞാൻ ഇവിടെ തലയിലിട്ടേനാ. നന്ദി കെട്ടവനെ, നിന്നെ നാട്ടിൽ കൊണ്ടുവന്ന മേഘേണ്ട തന്നെ നീ തേച്ചിലടാ. എന്നിട്ട് നിനക്ക് ഞങ്ങളുടെ വർക്ക് സൈറ്റിൽ തന്നെ കയറി മേയണം അല്ലടാ. സാറേ, ഞാനൊരു പണിക്കാരനെ വച്ചിട്ടുണ്ടെങ്കിലേ അയാളെ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിലേ ദേ ഇപ്പൊ അങ്ങോട്ട് പോയ മേഡം എഞ്ചിനീയർ സാറും പറയണം യവൻ വേണ്ടാന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ താൻ കേക്കില്ലല്ലോ. വീട് സാറേ, ചിലപ്പോ കേട്ടില്ലെന്നും വരും. കേൾക്കണ്ടെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. അത് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. അത് ശരി. എന്നാ നിന്റെ മാഡോ എഞ്ചിനീയറും ഒക്കെ ഇവനെവിടെ വയ്ക്കാൻ പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഡോ, എന്താടോ ഇതൊക്കെ? ഞാൻ അയാളുടെ പെങ്ങളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ, അത് ശരി. നീ സ്നേഹിച്ച് കെട്ടിയതാണോടാ? അതോ ആ കൊച്ചു നിന്നോടൊപ്പം ഒളിച്ചോടി വന്നതാണോ? അതെ. എന്തിനാടാ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്തേ? എന്റെ പണി കൂടി നീ കളയിക്കുമല്ലോടാ. ഇവിടെ പോയി പണിയെടുക്കണ്ട. ഓരോരുത്തന്മാര് വന്നോളും നശിപ്പിക്കാനായിട്ട്.